തേയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേയണം. ഒരു വൈസ് ചാൻസലർ ലൈവായി തേയുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ദാ കണ്ടോളൂ. നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ചാണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. ഗവർണർ സ്റ്റേജിലുണ്ട്, സന്തോഷിപ്പിക്കാനാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. ഇന്ത്യ അമ്മാവന്മാരുടെ റിപ്പബ്ലിക്കായി മാറിയെന്ന് ദ എക്കണോമിസ്റ്റ് എന്ന വാരിക വിലയിരുത്താൻ കാരണം ഇവരാണ്. ഇന്ത്യയിലെ ഈ അങ്കിളുമാർ കരിയർ, വിവാഹം, ഭക്ഷണം, പെരുമാറ്റം, ധാർമ്മികത എന്നിവയെക്കുറിച്ച് ആരും ചോദിക്കാതെ തന്നെ ഉപദേശം നൽകും. അതറിയാവുന്ന കുട്ടികളാണ് മോഹൻ കുന്നുമലിന്റെയും ആർലേക്കറുടെയും പ്രസംഗം കേട്ടപ്പോൾ മിഥുനത്തിൽ ഇന്നസെന്റ് നിന്നതുപോലെ നിന്ന് കളഞ്ഞത്. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞ എല്ലാം പോരാ, ശബ്ദം പോരാ. और इसलिए मेरे देश के नौजवानों को, सभी नौजवानों से मैं चाहता हूं, देश के नौजवानों कहता हूं. സ്വാതന്ത്ര്യ ദിനത്തിൽ മോദി 38 തവണയാണ് യുവജനങ്ങളെ പരാമർശിച്ചത്. യുവജനങ്ങളെ പേടിച്ചുപോയി. അതുകൊണ്ടാണ് മോദിയെ മുട്ടുകുത്തിക്കാൻ കോക്രോച്ചുകൾക്ക് കഴിഞ്ഞു. കേരളത്തിൽ സംഘപരിവാർ UDF കൂട്ടുകെട്ട് ക്യാമ്പസുകളിൽ ഭീതി പടർത്തുന്നത് തുടരുകയാണ്. യൗവന തീഷ്ണമായ യുവത സമരമുഖത്തെത്തിക്കഴിഞ്ഞു. ഫേക്ക് കേസ് 1. സിസ തോമസ് സംസ്കൃത സർവകലാശാലയിൽ വന്നപ്പോൾ അവരുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയെന്നാണ് ഒന്നാമത്തെ നുണക്കഥ. ഈ ദൃശ്യങ്ങൾ പറയും സത്യാവസ്ഥ. ദേശീയ പുരസ്കാരം കിട്ടിയ നാടകമാണ്. പിള്ളേർക്ക് നാടകം കളിക്കാൻ സ്റ്റേജിൽ ലൈറ്റ് വേണം. സമയത്തിന് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ അതിന്റെ ശവസംസ്കാരം നടത്തും. അത്തരം പ്രതീകാത്മക സമരങ്ങളാണ് ക്യാമ്പസിന്റെ ജീവൻ. സിസ തോമസിന്റെ നാടക കമ്പനിയിൽ ഉപയോഗിക്കുന്ന പാർലൈറ്റിന്റെ മുഖമാണോ? വീഡിയോ കണ്ടോ? അപ്പൊ ക്ലിയർ ആണല്ലോ. സിസ തോമസിന്റെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയെന്ന് പ്രചരിപ്പിച്ച മന്ത്രിമാർ ഇത് കാണണം. തികച്ചും അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമര രീതിയാണ് അവിടെ ഉണ്ടായത്. ജീവിച്ചിരിക്കുന്ന വൈസ് ചാൻസലറുടെ പേരിൽ ശവമഞ്ച ഒരുക്കുക, ഇത് ഏത് പ്രാകൃതമായ സമര? രണ്ടാമത്തെ സംഭവം ഇതിനേക്കാൾ ഭീകരമാണ്. ഓഗസ്റ്റ് 13-ന് VCയെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും മുദ്രാവാക്യം വിളിച്ചു തടഞ്ഞു എന്ന പേരിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. 13 പേർക്കെതിരെ, ഒപ്പം കണ്ടാലറിയാവുന്ന 65 പേർക്കെതിരെയും ആദ്യത്തെ കേസ്. ഇതാണ് ഒന്നാമത്തെ FIR. ഓഗസ്റ്റ് 13 കഴിഞ്ഞ് 2 ദിവസം പിന്നിട്ടപ്പോൾ സിസ തോമസ് ചാൻസലറെ, അതായത് ഗവർണറെ കാണുന്നു. ഇനിയാണ് അണ്ടർഗ്രൗണ്ട് കളികൾ. ഗവർണറെ കണ്ടതിന് ശേഷം പരാതിക്ക് പുതിയ രൂപം വന്നു. ഒരു വിഷയത്തിൽ തന്നെ 2 FIR. രണ്ടാമത്തെ FIR നോക്കൂ. തള്ളി, മുടിയിൽ പിടിച്ചു വലിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു, വാഹനത്തിലിടിച്ചു എന്നീ ഇല്ലാ കഥകൾ. മുടി കുത്തിപ്പിടിച്ചും ചുമരിന് ചാർത്തി നിർത്തിയ ഒരു സർവകലാശാല VCയെ SFI ആക്രമിച്ചു എന്ന് ഹീനമായി നുണ പറഞ്ഞു. സിസ തോമസ് പണ്ടു മുതലേ ഇരവാദം കളിക്കുന്നതിൽ മിടുക്കിയാണ്. സിസ തോമസിന്റെ പരാതിയിൽ 18ഉം 19ഉം വയസ്സുള്ള 4 കുട്ടികൾ ഇപ്പോൾ ജയിലിലാണ്. അതും പോരാഞ്ഞ് കണ്ടാലറിയാവുന്ന 65 പേർ എന്ന FIRൽ എഴുതി വെച്ചതുകൊണ്ട് ആ ക്യാമ്പസിലെ ഒരു കുട്ടിക്കും സഹോദരങ്ങളുടെ വിവാഹം ഉൾപ്പെടെയുള്ള കുടുംബ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാനാകുന്നില്ല. ഇപ്പോൾ ക്യാമ്പസിൽ നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇടതുപക്ഷ പാർട്ടികളുടെ, പ്രത്യേകിച്ച് CPIMന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിത്. കാർഷിക, സഹകരണ, യുവജന, വിദ്യാർത്ഥി മേഖലയിലെ പിടിമുറുക്കുകയാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം. സംഘിക്ക് പൊട്ടുതൊടലൊക്കെ പ്രതീകാത്മകം. സംഘപരിവാറിൽ നിന്ന് ക്യാമ്പസുകളെ മോചിപ്പിക്കുന്നതിനുള്ള ദീർഘമായ സഹന സമരത്തിന് സമയമായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ സംഭവങ്ങൾ. വർഗീയതയോട് ചേരുന്നവർക്ക് ഒരു ധാർമ്മികതയും ഉണ്ടാകില്ല. അതാണ് സിസ തോമസും മോഹൻ കുന്നുമലും ഇത്രയും ചപ്പടാച്ചി കളി കളിക്കുന്നത്. ഈ വർഗീയ കോമരങ്ങൾക്ക് സതീശൻ സർക്കാരിന്റെ പിന്തുണയുണ്ട്. ഇതിനെതിരായിട്ടുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥികളുടെ മഹാസമരമാണ് പ്രതീക്ഷ.